കോതമംഗലത്തെ ചുവപ്പണിയിച്ച് കോതമംഗലം CPIM ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വല സമാപനം. ചെറിയ പള്ളിത്താഴത്തു നിന്നും തങ്ങളത്തേക്ക് നടന്ന സമാപന റാലിയിൽ ചുവപ്പുസേന പരേഡ്, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, പൂക്കാവടി തുടങ്ങി നിരവധി കലാരൂപങ്ങൾ അണിനിരന്നു. സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A. റഹീം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം CPIM ഏരിയ സമ്മേളനത്തിന് സമാപനം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പൊതുപ്രകടനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ചെറിയ പള്ളിത്താഴത്തു നിന്നും തങ്ങളത്തേക്ക് നടന്ന സമാപന റാലിയിൽ യുവാക്കളും യുവതികളും അണിനിരന്ന ചുവപ്പുസേന പരേഡ്, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, പൂക്കാവടി, ഗരുഡൻ തൂക്കം, കരകാട്ടം, തെയ്യം തുടങ്ങി വിവിധ കേരളീയ കലാരൂപങ്ങളും അണിനിരന്നിരുന്നു. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A. റഹീം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ പ്രദേശത്തെ ഒരു DYFI പ്രവർത്തകനെ വിളിച്ചു നിർത്തി ചോദിച്ചാൽ അവൻ പറയും, നമ്മുടെ രാജ്യത്തിന്റെ പൊള്ളുന്ന രാഷ്ട്രീയം, നാളെയെക്കുറിച്ച് അവൻ വാഴാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു സാധാരണ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്നാൽ കേവലമായ ഒരു അലങ്കാരമല്ല, ആത്മാർത്ഥതയാർന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല വഴിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ഒരു പാർട്ടിയുടെ അംഗം, പാർട്ടി മെമ്പർ. വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടവർ, അങ്ങനെ എല്ലാ മനുഷ്യരെയും കോർത്തുണക്കി ഈ പാർട്ടി എന്തു ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ, ചൂഷണമില്ലാത്ത ഒരു നല്ല കാലത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. നോക്കൂ, നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായ അസമത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും കവർന്നെടുക്കപ്പെടുന്നു. രാഷ്ട്രീയ അധികാരവും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയെ കുറിച്ചും മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നാടിൽ ഈ സാധാരണക്കാരായ മനുഷ്യന്റെ താല്പര്യങ്ങളുണ്ടോ? ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്നത് മാറ്റി എഴുതപ്പെടുന്നു. ഓഫ് ദി കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ്, ഫോർ ദി കോർപ്പറേറ്റ്. കോർപ്പറേറ്റുകളും വർഗീയതയും ഒരുമിച്ച് ചേരുന്ന ഒരു അസാധാരണമായ കോമ്പിനേഷനാണ് ഇന്നത്തെ ഇന്ത്യയിൽ അപകടകരമായ വെല്ലുവിളി ഉയർത്തുന്നത്. ഈ സമ്മേളന കാലയളവിൽ ജനങ്ങളോട് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്, ഇന്ന് BJP ദുർബലമാണ്. ആ ദുർബലാവസ്ഥയിലും BJP ശ്രമിക്കുന്നത് അദാനിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നാണ്. എങ്ങനെയാണ് അദാനി വളർന്നത്? ഇന്ത്യയുടെ ഇന്ത്യയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു വലിയ പ്രതിഭാസമായിരുന്നില്ല, സാധ്യമായിരുന്നില്ല അദാനി, ഗൗതം അദാനി. ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വ്യാപനത്തോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ഉദയം ചെയ്യുകയും വളരുകയും ചെയ്യും. 2014 മുതൽ 10 വർഷക്കാലത്തെ മോദിയുടെ വളർച്ച, രാഷ്ട്രീയ വളർച്ച, സംഘപരിവാറിന്റെ രാഷ്ട്രീയ വ്യാപനം, വർഗീയതയുടെ വ്യാപനം, വിഭജന രാഷ്ട്രീയവും കോർപ്പറേറ്റ് താല്പര്യങ്ങളും ഒരുപോലെ വളരുകയാണ്. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങൾ ഇന്ന് അപ്രസക്തമായി പോവുകയാണ്. ഈ നയങ്ങളുടെ എല്ലാം ഉത്തരവാദിയാരാണ്? BJP തുടരുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ അതിസമ്പന്നരാക്കി വളർത്തുന്ന, ഏത് കൊടുങ്കാറ്റിലും തകർന്നു പോകാതെ അവരെ സുരക്ഷയൊരുക്കി നിർത്തുന്ന ഈ നയം ആരംഭിച്ചത് പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവനാക്കുന്ന. ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുന്നു, ഈ കൂട്ടത്തിൽ EMI ഇല്ലാത്ത ആരെങ്കിലും? EMI എന്ന പദം ഇന്നൊരു ന്യൂട്രലായി മാറി. സിവിൽ സ്കോർ എന്ന് അറിഞ്ഞുകൂടാത്ത ആളില്ല. സിവിൽ സ്കോറിൽ പ്രശ്നമില്ല നിർത്തുക എന്നുള്ളത് ന്യൂ നോട്ടിലാണ്.
കുഴി വീഴാതെ നടക്കണം എന്നൊക്കെ പറയും പോലെ മനസ്സിലായില്ലേ? വഴി തെറ്റാതെ പോകണം. സിബിൽ സ്കോർ അറിയാത്ത ആരെങ്കിലും EMI ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ലോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ മുഴുവൻ ലോൺ എടുക്കാൻ നിർബന്ധിക്കല്ലേ? എന്താ ലോൺ എടുക്കേണ്ടി വരുന്നത്? ഇൻഫ്ലേഷനാണ്, വിലക്കയറ്റാണ്, ജീവിത ചിലവ് ഉയരുന്നു, ലിവിംഗ് എക്സ്പെൻഡിച്ചർ ഉയരുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KA ജോയ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം PP മൈദീൻ ഷാ നന്ദിയും പറഞ്ഞു. സമ്മേളനാനന്തരം കലാഭവൻ ശശി കൃഷ്ണയുടെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.